കാര്യം കൂടി, അതായത് നേരത്തെ ഒരു സ്കൂളിലെ അധ്യാപകൻ പറഞ്ഞ കാര്യമുണ്ട്. സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങാനായിട്ട് പിരിവെടുത്ത് അധ്യാപകൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് തിരുവനന്തപുരം അധ്യാപകൻ പറയും. അതിന് സമാനമായിട്ടുള്ള കാര്യമാണ് അപേക്ഷിച്ചില്ലെന്നും ഒരു വകുപ്പ് മേധാവി ഉപകരണങ്ങൾ വാങ്ങിച്ച് ചികിത്സിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് തന്നെ അത് മടുത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വിവാദപരമായിട്ട് പോസ്റ്റ് ഇട്ടത്. ഞാൻ അപേക്ഷിച്ച് എരന്നും മടുത്തു. നമ്മൾ ആൾക്കാരോട് എരന്നാണ് വാങ്ങുന്നത്. നമ്മൾ പേഷ്യൻസ് പൈസ അടയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി ഇപ്പം RIRSന്റെ സ്കോപ്പ് തന്നെ തരുന്നത് തിരുവനന്തപുരത്ത് ഏജൻസികളില്ല. കൊച്ചിയിലുള്ളൊരു ക്യാപ്സ്യൂൾ ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അപ്പോൾ അയാളുടെ ഒരു വിശാല മനസ്സുകൊണ്ടായിരിക്കാം നേരത്തെ സ്കോപ്പ് അയച്ചു തരും. പിന്നെ അതിനുശേഷം പേഷ്യൻസ് അയാളുടെ GPayയിലേക്ക് ഈ നമ്പർ അടയ്ക്കുകയോ അല്ലെങ്കിൽ അയാളുടെ ഏജന്റ് വന്ന് പൈസ വാങ്ങുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറേ 6 മാസമെങ്കിലായിട്ട് അത് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഭയമുണ്ട്. കാരണം ഏതോ ഒരാൾ വന്ന് പൈസ കളക്ട് ചെയ്യുന്നു, ഏതോ ഒരാളുടെ GPayയിൽ പൈസ അടയ്ക്കുന്നു. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ റിസ്ക്കുള്ള, എന്നെ മാത്രമല്ല എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാരെ സംബന്ധിച്ച് അത് വളരെ റിസ്ക്കുള്ള കാര്യമാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും എനിക്കെതിരെ ഒരു വിജിലൻസ് എൻക്വയറിയൊക്കെ വരാം. കാരണം ഈ ഓപ്പറേഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ RIRS ചെയ്തതിന് ശേഷമാണ് ഓപ്പറേഷൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് കുറഞ്ഞത്. അതിന് മുമ്പ് 6 മാസം വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഓപ്പറേഷൻ കുറയാൻ ഈ RIRS ചെയ്തതിന് ശേഷം തുടങ്ങിയതിന് ശേഷമാണ് അത് കുറഞ്ഞു കിട്ടിയത്. അപ്പോൾ ഈ പേഷ്യൻസ് പേഷ്യന്റിനെ കൊണ്ട് പൈസ അടപ്പിച്ച് നമ്മൾ ഉപകരണങ്ങൾ വാങ്ങുന്നത് ശരിയാണോ? അത് തന്നെ അതൊരു ഇല്ലീഗൽ മാർഗമാണ്. ഇവർ പേഷ്യൻസ് ഡയറക്റ്റായിട്ട് പോയി ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഉപകരണം വാങ്ങുകയല്ല ചെയ്യുന്നത്. ഒരാളെ തന്നു എന്നുള്ള ഒരു ധാരണയിൽ അയാളുടെ പേരിൽ പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനതിൽ പ്രൊട്ടക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബില്ല് ഞാൻ അവിടെ പബ്ലിക്കായിട്ട് വാർഡിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. രോഗികൾക്ക് അതിൻ്റെ വൗച്ചർ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു രീതിയിലൊക്കെ കവറപ്പ് ചെയ്യുന്നത്. പക്ഷേ ഏത് സമയത്ത് വേണമെങ്കിലും എനിക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള ഒരു വിജിലൻസ് എൻക്വയറി വരാൻ, കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറൊരാളുടെ പേരിൽ ഞാൻ പൈസ അടപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു വലിയൊരു ആരോപണം വരാനുള്ള സാധ്യതയുണ്ട്.